ഹിയറിംഗ് ലോസ് വന്നേക്കുന്ന ആൾക്കാർക്ക് അഥവാ കേൾവി കുറവ് വരുമ്പോൾ നമ്മുടെ ഒരു മെയിൻ ബുദ്ധിമുട്ടാണ് ഇനി എന്ത് ചെയ്യണം എന്നുള്ളൊരു കാര്യം. ആ ഒരു വിഷയത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഞാൻ സ്നേഹ ജോർജ്, ഓഡിയോളജിസ്റ്റ് ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പെത്തോളജിസ്റ്റ് അറ്റ് മഹിമ കൗൺസിലിംഗ് ആൻഡ് സൈക്കോതെറാപ്പി സെന്റർ. ഒരാളുടെ ഹിയറിംഗ് ലോസ് അനുസരിച്ചിട്ടും അയാളുടെ പ്രായം, അയാളുടെ നീഡ് എന്നൊക്കെ വെച്ചിട്ടാണ് ഒരു ഓഡിയോളജിസ്റ്റ് നിങ്ങൾക്ക് ഒരു ഹിയറിംഗ് എയ്ഡ് സജസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അതിൽ തന്നെ നമുക്ക് പല ടൈപ്പുകൾ വരുന്നുണ്ട്. ആദ്യത്തെയാണ് BTE എന്ന് പറയുന്നത്, ബിഹൈൻഡ് ദ ഇയർ. നമ്മുടെ ചെവിയുടെ പുറകിലായിട്ടായിരിക്കും ആ ഒരു മെഷീൻ ഇരിക്കുന്നുണ്ടാവുക. രണ്ടാമത്തെ തന്നെ ഒരു ടൈപ്പാണ് റിസീവർ ഇൻ ദ കനാൽ. ഈ പറയുന്ന പോലെ ചെവിയുടെ പിന്നിൽ തന്നെയാണ് അതും ഇരിക്കുന്നുണ്ടാവുക. ഈ ഒരു വിഷയത്തിൽ വരുന്ന മെയിൻ ഡിഫറൻസ്, അതിൻ്റെ റിസീവർ പോർഷൻ നമ്മുടെ ചെവിയുടെ ഉള്ളിലേക്ക് ഡയറക്റ്റ്ലി പ്ലേസ് ചെയ്യുന്നതായിരിക്കും. ചെവിയുടെ ഈ ഭാഗത്തായിട്ട് വെക്കുന്ന ടൈപ്പുകളാണ് ഇൻ ദ ഇയർ എന്ന മോഡലുകൾ. പുറത്ത് നോക്കിയാൽ കാണാനായിട്ട് പറ്റും, എങ്കിലും ഉള്ളിലേക്ക് വെക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും ആ ഒരു മെഷീൻ്റെ സ്ട്രക്ചർ വരുന്നുണ്ടാവുക. നെക്സ്റ്റ് ഒരു ടൈപ്പാണ് CIC കംപ്ലീറ്റ്ലി ഇൻ ദ കനാലാണ്. പുറത്തേക്കുള്ള വിസിബിലിറ്റി മറ്റ് മോഡലുകളെ അപേക്ഷിച്ചിട്ട് വീണ്ടും കുറഞ്ഞു വരും, സൈസും അതനുസരിച്ചിട്ട് കുറഞ്ഞു വരുന്നുണ്ടാവും. ഏറ്റവും അവസാനത്തെ ഒരു ടൈപ്പാണ് ഇൻവിസിബിൾ ഇൻ ദ കനാൽ. വളരെ ചെറിയ ഹിയറിംഗ് എയ്ഡുകളാണ്, ചെവിയുടെ ഏറ്റവും ഉൾഭാഗത്തേക്കായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഒരു രീതിയിലും ചെവിയുടെ പുറത്തുനിന്ന് ആൾക്കാർക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടാവില്ല.